സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വന്തം അണുശക്തിയാൽ സ്വയം എരിഞ്ഞു തീരുമെന്ന് പാകിസ്ഥാൻ പേടിച്ചോ? അതോ കിട്ടിയ തിരിച്ചടിയോടെ ഇന്ത്യയുടെ വിശ്വരൂപം കണ്ട് പരിഭ്രമിച്ചോ? അതുമല്ലെങ്കിൽ രഹസ്യമായി പിന്തുണച്ച ഏതെങ്കിലും ശക്തിയുടെ ചതിയോ പ്രേരണയോ പാകിസ്ഥാനെ പിന്തിരിയാൻ നിർബന്ധിച്ചോ? യുദ്ധത്തിലെ യഥാർത്ഥ രഹസ്യങ്ങൾ പുറത്തു വരാൻ നാളുകൾ എടുക്കും. ചിലത് പുറത്തു വന്നില്ലെന്നുമിരിക്കും. എന്തായാലും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിനെ കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ മുൻപറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പാകിസ്ഥാനോടാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയോ നേതാവോ ആയാലും പാക് ശക്തിയുടെ നടുവൊടിക്കുന്ന തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈനിക നീക്ക മേധാവി DGMO ഇന്ത്യൻ DGMOയെ വിളിച്ച് വെടിനിർത്തണമെന്ന് അഭ്യർത്ഥിച്ചതിനേക്കാൾ വലിയൊരു മറ്റൊരു തെളിവ് ഇതിനായി തിരയേണ്ടതില്ല. അവഗണിക്കരുതാത്ത സൈനിക ശക്തിയും അതിനെ വെല്ലുന്ന ഇന്ത്യ വിരോധവും വെറിയും വാശിയുമുള്ള പാക് സേന സ്വമേധയാ പിൻവാങ്ങണമെങ്കിൽ ഏതോ മർമ്മത്ത് കനത്ത പ്രഹരം കിട്ടിയിട്ടുണ്ടാകണം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പെക്കാവി എന്ന പഴയൊരു വിജയ പ്രഖ്യാപനം. ആ ലത്തീൻ വാക്കിന്റെ അർത്ഥം ഞാൻ പിഴയാളി അഥവാ ഇംഗ്ലീഷിൽ ഐ ഹാവ് സിൻഡ് എന്നാണെന്നേ ഉള്ളൂ. 1843 ബോംബെ ആസ്ഥാനമായിരുന്ന ബ്രിട്ടീഷ് സേനാ വിഭാഗത്തിന്റെ ജനറൽ സർ ചാൾസ് ജെയിംസ് നേപ്പിയർ പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ട സിന്ധ് പ്രവിശ്യ കീഴടക്കി. ആ വിവരം ലണ്ടനിലെ മേലാധികാരികളെ കേബിൾ സന്ദേശമായി ഒറ്റ വാക്കിൽ അറിയിക്കാൻ ഉപയോഗിച്ചത് പെക്കാവി ആണ്. ഐ ഹാവ് സിൻഡ് എന്ന സാമ്യമുള്ള ഉച്ചാരണത്തിൽ നിന്ന് ഐ ഹാവ് സിൻഡ് അഥവാ ഞാൻ സിന്ധ് പിടിച്ചിരിക്കുന്നു എന്ന് അവർ ഗ്രഹിക്കാൻ വേണ്ടി. ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച പെക്കാവിക്കു സമാനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഐ ഹാവ് സിംഗ് ഓർ അഥവാ സിന്ദൂര സംരക്ഷണം പാലിച്ചിരിക്കുന്നെന്ന് ഗ്രഹിക്കാവുന്ന പ്രഖ്യാപനം. ഇന്ത്യ അത് സാധിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കാത്തവർ പാകിസ്ഥാനിലില്ല. ഉണ്ടെങ്കിൽ ഇന്ത്യയിലേ ഉള്ളൂ. പാകിസ്ഥാന് ഇന്ത്യൻ സേന കൊടുത്ത പ്രഹരത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നത് പാകിസ്ഥാനല്ല, മോദി വിരോധമോ മോദി സർക്കാരിനോട് രാഷ്ട്രീയ അസൂയയോ പിടിപ്പെട്ട വിമർശകരാണ്. കിട്ടിയ പ്രഹരത്തിന്റെ വേദനയിൽ ഞരങ്ങുകയാണ് തൽക്കാലം ഇസ്ലാമാബാദ്. എന്ന് കരുതി നാളെ മുതൽ അവർ നല്ല കുട്ടികളായിരിക്കുമെന്ന ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് അതേക്കുറിച്ചും ഇന്ത്യ താക്കീത് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഞരക്കം പല വിധത്തിൽ ലോകത്തിന് വെളിപ്പെട്ടു. DGMOയുടെ വെടിനിർത്തൽ അഭ്യർത്ഥനയായി, കിരാനകുന്നുകളിലെ ആണവ വികിരണം സംബന്ധിച്ച വാർത്തകളായി, പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുടെയും ചൈനയുടെയും നിലമറന്ന നീക്കങ്ങളായി, ട്രംപിന്റെ മാറി വന്ന പ്രഖ്യാപനമായി വരെയും ഫലം കാണാത്ത വിദ്വേഷത്തിലും പകയിലും എരിയുന്ന തുർക്കിയും ചൈനയും പരാജയബോധത്തിന്റെ പ്രകടമുഖങ്ങൾ. ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA റിപ്പോർട്ട്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് മാധ്യമങ്ങളിലെ വർത്തമാനം പോലെ മറ്റു യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇന്ത്യയുടെ വിജയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയ മുഖം ഇന്ത്യൻ സേന അതിർത്തി കടന്നില്ല എന്നതാണ്. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തൊടുത്ത മിസൈലുകളും മറ്റും വഴി സാധിച്ച ശത്രുനില സംഹാരം, സ്വയം നിർമ്മിച്ചതും വാങ്ങിയതുമായ ആയുധ നിരയുടെ കരുത്ത് ഇന്ത്യ പാകിസ്ഥാന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ പ്രതിരോധം അവർക്ക് സംഹാരമാക്കിയ സൈനിക വിസ്മയം, ഭീകരരെ തുണയ്ക്കുന്ന കേന്ദ്രങ്ങളെ വിരൽ ചൂണ്ടി തകർക്കുമെന്ന് മുൻകൂർ പ്രഖ്യാപിച്ചു തന്നെയാണ് ഇന്ത്യ ഇത് സാധിച്ചത്. സ്വന്തം അതിർത്തിക്കുള്ളിൽ നിന്ന് കൃത്യതയോടെ ശക്തിയോടെ നടത്തിയ ലക്ഷ്യവേദിയായ ആക്രമണം മറ്റു പല രാജ്യങ്ങളെയും വിസ്മയിപ്പിച്ചിട്ടുണ്ടാകണം. ഇന്ത്യ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം
ഏതായിരുന്നു? മിസൈലുകളടക്കം പല പേരുകളും പറയാം. എങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ചട്ടമ്പി ചമയാനും മെല്ലെ ഖിലാഫത്ത് സാമ്രാജ്യം യാഥാർത്ഥ്യമാക്കി അതിന്റെ പീഠാധിപതിയാകാനും ഉദ്ദേശിച്ച തുർക്കിയുടെ നേതാവ് എർദോഗന്റെ നാവിൽ നിന്ന് ലോകം വലിയൊരു കാര്യം ഗ്രഹിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരം ഏതെന്ന്, ഏതു മർമ്മത്തിലെ താണ്ഡനമാണ് പാകിസ്ഥാനെ ഉലച്ചതെന്ന്. അതാണ് ഇന്ത്യ പാക് സിന്ധൂജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി മരവിപ്പിച്ച നടപടി. അതിന്റെ കെടുതി പാകിസ്ഥാനെ വല്ലാതെ വലയ്ക്കുന്നു. അത് നീക്കിയെടുക്കാൻ തുർക്കിയുടെ സമ്മർദ്ദം വരെ പ്രയോഗിച്ചു നോക്കുന്നു. ഇന്ത്യയോട് തുർക്കി ആവശ്യപ്പെട്ടത് സിന്ധു ജലം തടയുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാണ്. തുർക്കിയുടെ ഇടപെടലിൽ നിന്ന് തന്നെ ഈ നീക്കം പാകിസ്ഥാനുമേൽ വരുത്തിയ സമ്മർദ്ദം എത്ര വലുതെന്ന് വ്യക്തം. അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കാതെ ജലവിലക്ക് നീക്കില്ലെന്ന് ഇന്ത്യ സംശയരഹിതമായി അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ഇന്ത്യയുടെ ശക്തിയും ചങ്കൂറ്റവും പാകിസ്ഥാൻ മാത്രമല്ല തുർക്കിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ തിരിച്ചടിയുടെ മൂർച്ചയും തുർക്കി അറിയുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ വെളിപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ യഥാർത്ഥ മുഖമാണ്. ഇസ്ലാമിക രാഷ്ട്രീയ മത ആധിപത്യ സ്ഥാപനത്തിനായുള്ള രഹസ്യമോഹമടക്കം. ഇന്ത്യയിൽ നിന്ന് ആപത്തുകാലത്ത് സഹായം സ്വീകരിച്ച രാജ്യം പിന്തുണച്ചില്ലെങ്കിലും മൗനം കൊണ്ടെങ്കിലും ഇന്ത്യയോട് മര്യാദ കാട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ഇസ്ലാമിക തീവ്രവാദ മതാധിപത്യ സാഹോദര്യമല്ലാതെ മറ്റൊരു സാഹോദര്യം എർദോഗന്റെ മനസ്സിലോ സങ്കല്പത്തിലോ ഇല്ലെന്ന് തെളിഞ്ഞു. മറ്റൊന്നും മര്യാദയും നന്ദിയും എർദോഗന് പ്രസക്തമല്ലെന്നും. പക്ഷേ എർദോഗന് വേണ്ടത് പലിശ സഹിതം നൽകാൻ കഴിയുമെന്ന് ഇന്ത്യ ബോധ്യപ്പെടുത്തി. ഇത്രയും കണ്ടിട്ടും അറിഞ്ഞിട്ടും സർക്കാരിനെ വിമർശിക്കുന്നവർ ഇന്ത്യൻ സേനയുടെ ഇതിഹാസത്തിന് മേൽ ഭരണപക്ഷ രാഷ്ട്രീയ ചായം കോരിയൊഴിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇന്ത്യൻ സേനയെ രാഷ്ട്രീയ അതീതമായി കാണാൻ കഴിയാത്തവർ. അവരുടെ ഉള്ളിലിരിപ്പാണ് പഹൽഗാം ഭീകരരെ പിടികൂടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു, വെടിനിർത്തിയത് വീഴ്ച, ട്രംപിന്റെ ഇടപെടലിന് വഴങ്ങി എന്നു മറ്റുമുള്ള വിമർശനങ്ങൾ. ട്രംപിന്റെ വമ്പത്തം, മോദിയുടെ വിധേയത്വം എന്നൊക്കെ പറയുന്നവർ ഒരു വശത്ത്, ട്രംപിന്റെ പൊങ്കച്ചം, മോദിയുടെ ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നവർ മറുവശത്ത്. ബാലിശമായ വിലയിരുത്തലാൽ ട്രംപിനെയും മോദിയെയും വിധിക്കുന്ന എല്ലാ പക്ഷക്കാരോടും ഓർമ്മിപ്പിക്കാൻ ചിലതുണ്ട്. പാകിസ്ഥാന് തക്ക തിരിച്ചടി നൽകുന്നതിൽ ഇന്ത്യ വിജയിച്ചു. യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതെ വെടിനിർത്തലിന് തയ്യാറായത് ഇന്ത്യ യുദ്ധമോഹിയും ദുരന്തമോഹിയും അല്ല എന്നതുകൊണ്ട് തന്നെ. രണ്ട് ആണവ രാജ്യങ്ങൾ യുദ്ധത്തിലാകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളെ സ്വീകരിക്കുന്നത് വിവേകമാണ്, കീഴ്പ്പെടലല്ല. ആ ഓർമ്മപ്പെടുത്തൽ മാർപ്പാപ്പയുടേതോ ട്രംപിന്റെയോ കിം ജോങ് ഉന്നിന്റെയോ ആരുടേതായാലും വിലപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ മോദിയെ വഴിക്കുന്നവർ രാഷ്ട്രത്തിന്റെ വിവേകമുള്ള തീരുമാനത്തെയാണ് പരിഹസിക്കുന്നത്. മറുവശത്ത് ട്രംപിനെ പരിഹസിക്കുന്നവർ നന്നായി ഓർമ്മിക്കണം, ട്രംപിന്റെ ലക്ഷ്യം യുദ്ധമുള്ള ലോകമല്ല, സാമ്പത്തിക വളർച്ച മാത്രമാണ്. വെടിനിർത്തലിന്റെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞതിനെ താഴ്ത്തി കെട്ടുന്നവർക്ക് അതും പറഞ്ഞിരിക്കാം. പാരമ്പര്യങ്ങളെ വകവെക്കാതെ ട്രംപ് പറഞ്ഞും മാറ്റിപ്പറഞ്ഞും മുന്നോട്ട് പോകുന്നതിനിടയിൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളെ തങ്ങളുമായുള്ള വിപുലമായ വ്യാപാര ബന്ധത്തിൽ ഉറപ്പിച്ചു നീങ്ങുകയാണ്. സൗദി അറേബ്യയുമായി 14,200 കോടി ഡോളറിന്റെ സാമ്പത്തിക ബന്ധം കരാറാക്കി. ഗൾഫ് രാജ്യങ്ങളെ മതബദ്ധമായ ആധിപത്യ താല്പര്യങ്ങളിൽ നിന്ന് വ്യാപാര താല്പര്യങ്ങളിലേക്ക് നയിക്കുന്നത് ലോകത്തിന് നന്മയോ തിന്മയോ? പരിഹസിക്കുന്നവർ തിരിച്ചറിയണം, സൗദിയുടെ ഉയർച്ചയ്ക്കുള്ള വെല്ലുവിളി ചെറുക്കാൻ അമേരിക്ക പോർ വിമാനങ്ങളും ആയുധനിരയും വിൽക്കുന്നതിൽ കച്ചവടമുണ്ട്. അതേസമയം കച്ചവടത്തിനപ്പുറം ഭീകരതയുടെ വലയത്തെ ചുരുക്കുന്നതിനുള്ള ലക്ഷ്യവും. ട്രംപിന് തെറ്റാവരമൊന്നുമില്ല. വ്യാപാര വീര്യം ക്രൂരമായ മുതലാളിത്തമായി മാറുന്നതിനെതിരെ
ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് അമേരിക്കയോട് പറഞ്ഞിരുന്നു. ലയോ മാർപ്പാപ്പയ്ക്കും അതേ മനസ്സാണുള്ളത്. ആ വശം നിലനിൽക്കുമ്പോഴും ലോക രാഷ്ട്രീയത്തിൽ ട്രംപിനെ പഴയ അങ്കിൾ സാം വേഷത്തിൽ മാത്രം സങ്കല്പിക്കുന്നവർക്ക് പിശകിയെന്നു വരും. ഇന്ത്യക്ക് ക്രയോജനിക് റോക്കറ്റ് വിദ്യ നൽകുന്നതിൽ നിന്ന് റഷ്യയെ തടഞ്ഞ അമേരിക്കയല്ല ഇന്നത്തേത്. ഇന്ത്യക്ക് വിശ്വസിച്ചു കൂടാത്ത ചൈനയും പാകിസ്ഥാനും തുർക്കിയും മാത്രമല്ല, ഇന്ത്യയെ പഴയ സൗഹൃദത്തിൽ നിന്ന് വിട്ടുകളഞ്ഞ റഷ്യ വരെയും മറ്റു വശങ്ങളിലായി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. നട്ടെല്ലു വളയാതെ നിൽക്കണം എന്നതിനർത്ഥം മോദിയെ മഹത്വപ്പെടുത്താൻ ട്രംപിനെ പരിഹസിക്കണമെന്നല്ല, ട്രംപിനെ കീഴ്പ്പെടണമെന്നുമല്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ചോദ്യങ്ങൾ ഏറെ ജനങ്ങളുടെ സംശയങ്ങളാണ്. ബില്ലുകളിൽ ഒപ്പുവെക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി കൽപ്പിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ? ഇങ്ങനെ 14 ചോദ്യങ്ങൾ. പരമോന്നത കോടതി മുമ്പാകെ പ്രഥമ പൗരരത്നം ഉയർത്തിയ സംശയങ്ങളുടെ രത്ന ചുരുക്കമാണ് ആദ്യമേ പറഞ്ഞത്. ബില്ലുകൾ ഗവർണർമാരോ രാഷ്ട്രപതിയോ ഒപ്പുവെക്കുന്നതിന് ഭരണഘടനയിൽ വ്യക്തമായി സമയപരിധി പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് അവരോട് സമയപരിധി കൽപ്പിക്കാൻ ഭരണഘടനയിൽ പറയാത്ത വ്യവസ്ഥ രാഷ്ട്രപതിക്ക് ബാധകമാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്ന്. ഈ ചോദ്യം ഔദ്യോഗിക മാത്രമല്ല, അതിപ്രധാന വ്യക്തിയെ മാത്രം ബാധിച്ച സംശയവുമല്ല. സുപ്രധാന വിഷയങ്ങളിലും നിയമപ്രശ്നങ്ങളിലും സുപ്രീം കോടതിയോട് ഇങ്ങനെ സംശയം ചോദിക്കാനും ഉത്തരം നേടാനും രാഷ്ട്രപതിക്ക് മാത്രം ഭരണഘടന പ്രത്യേക അവകാശം നൽകുന്നുണ്ട്. അതനുസരിച്ചുള്ള ചോദ്യം കോടതിയുടെ ഒരു അധികാരത്തെ കുറിച്ച് തന്നെ ആയിപ്പോയി എന്നത് യാദൃശ്ചികം. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകുന്ന ഉത്തരം അന്തിമവും രാജ്യത്താകെ ബാധകവും ആകും എന്ന് നമുക്കെല്ലാം അറിയാം. അതിൻ്റെ അന്തിമ ഫലം ചിന്തിക്കുമ്പോൾ ആശങ്ക തോന്നുന്നത് സ്വാഭാവികം. നിയമനിർമ്മാണ സഭ, അത് നിയമസഭയോ പാർലമെന്റോ ആകട്ടെ, പാസാക്കിയ ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വരാൻ യഥാവിധി ഗവർണർ, രാഷ്ട്രപതി തുടങ്ങിയ സ്ഥാനങ്ങളുടെ ഒപ്പ് വേണം. അതാണ് ഇന്നോളം ഇന്ത്യക്കാർ പഠിച്ചിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതും അനുഗമിച്ചിട്ടുള്ളതുമായ വ്യവസ്ഥ. എന്ന് വെച്ചാൽ ഗവർണർ, രാഷ്ട്രപതി എന്നിവരുടെ ഒപ്പില്ലാതെ ഒരു നിയമവും രാജ്യത്ത് പ്രാബല്യത്തിൽ ഉണ്ടാവില്ല. തർക്കമില്ലാത്ത ഭരണഘടനാ വ്യവസ്ഥ. എന്നാൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇതിന് വിരുദ്ധമായത് രാജ്യത്ത് സംഭവിക്കാം. രാഷ്ട്രപതിയുടെയോ ഗവർണർമാരുടെയോ ഒപ്പില്ലാത്ത രേഖ രാജ്യത്ത് നിയമമാകും. സാഹചര്യം എന്തുമാകട്ടെ, ഇത്തരം ഒരു അവസ്ഥ ഭരണഘടന ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഭരണഘടനയ്ക്ക് അനുസൃതമായ അവസ്ഥയാണോ? ഇങ്ങനെയൊരു അവസ്ഥ സാധ്യമാകാമെന്ന മട്ടിൽ നീതിപീഠം ഉത്തരവിട്ടതിന് പിന്നിലെ കാരണങ്ങളും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും എന്തുമാകട്ടെ, ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ നിയമം നിലനിൽക്കുമെന്ന തീർപ്പിന്റെ ഭരണഘടനാ പരതയാണ് സാധാരണക്കാരെ അമ്പരിപ്പിക്കുന്നത്. നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രതലവൻ രാഷ്ട്രപതിയാണെന്ന സങ്കല്പത്തെ അത് ദുർബലപ്പെടുത്തുകയല്ലേ? രാഷ്ട്രപതിയാണ് രാഷ്ട്രതലവൻ എന്നതിന് പകരം നീതിപീഠം രാഷ്ട്രപതിക്ക് നിശ്ചയിച്ച കാലപരിധിയാണ് രാഷ്ട്രതലവൻ എന്നല്ലേ വന്നുകൂടുന്നത്? ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ നടത്തുന്ന നിയമനിർമ്മാണത്താൽ ഭരണഘടനയെ മറികടക്കാമെന്ന് കരുതുന്ന സർക്കാരുകൾക്ക് ലളിതമായ നിയന്ത്രണം കൂടി ഇല്ലാതാകുകയല്ലേ ഇതുവഴി? നിയമങ്ങളുടെ ഉൽപ്പത്തിയും നിഷ്പത്തിയും നൈയാമിക തത്വങ്ങളുമെല്ലാം ആധികാരികപരമായി അറിഞ്ഞുള്ള വിശകലനമല്ലിത്. ജുഡീഷ്യറിക്ക് ഭരണഘടന നൽകുന്ന അധികാരത്തെ ചോദ്യം ചെയ്യുന്നുമില്ല. അതേസമയം രാഷ്ട്രപതിയുടെ ഒപ്പില്ലാത്ത രേഖ രാജ്യത്ത് നിയമമാകുന്നതിനെ ഭരണഘടന എങ്ങനെ കാണും എന്ന ലളിതമായ ചോദ്യം ആശങ്കയിൽ നിന്നുമുള്ളതാണ്. ഭരണഘടനാ വ്യവസ്ഥകളുടെ ആന്തരികാർത്ഥം വ്യാഖ്യാനിക്കാനുള്ള അന്തിമ അധികാരം നീതിപീഠത്തിന് നൽകിയിട്ടുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുമ്പോഴും ഈ ചോദ്യവും സംശയവും നിലനിൽക്കുകയാണ്.
ഒരു ചോദ്യമായല്ല, പല സംശയങ്ങളായി തന്നെ. എല്ലാ കാര്യങ്ങളും വേണ്ട വിധം പരിശോധിച്ച ഭരണഘടനാ ശില്പികൾ ഇക്കാര്യം പറയാതെ പോയത് തർക്കപരിഹാരം കോടതികൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചായിരുന്നോ? അതോ ആ നിശബ്ദത പുതിയ ഭരണഘടനയാൽ തങ്ങൾ ഏർപ്പെടുത്തുന്ന ശക്തമായ ജനാധിപത്യ വ്യവസ്ഥ ഇത്തരം തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ പര്യാപ്തമാണെന്ന ബോധ്യം നിമിത്തമോ? അതുമല്ലെങ്കിൽ പരിഹാര സാധ്യത രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ നിക്ഷിപ്തമായാൽ മതിയെന്ന നിശ്ചയത്തിന്റെ സൂചനയോ? സംസ്ഥാനത്തും കേന്ദ്രത്തിലും വ്യത്യസ്ത കക്ഷികൾ ഭരണം കൈയാളുമ്പോൾ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ചിലപ്പോഴെങ്കിലും ബില്ലുകളുടെ ഭാവിയെ ബാധിക്കുന്നത് സ്വാഭാവികം. അത് മുൻകൂട്ടി കാണാൻ ഭരണഘടനാ ശില്പികൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൂടാ. ബില്ലുകളോട് ഗവർണർമാരോ രാഷ്ട്രപതി തന്നെയുമോ രാഷ്ട്രീയ വിവേചനം കാട്ടിയാൽ അത് എന്നേക്കുമുള്ള ഇരുട്ടല്ലെന്ന് നമ്മെ പോലെ ഭരണഘടനാ ശില്പികളും ചിന്തിച്ചിരിക്കാമല്ലോ. അത്തരം അന്യായത്തിനും വിവേചനത്തിനും ഇലക്ഷനിലൂടെ തിരിച്ചടി നൽകാൻ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളപ്പോൾ അതൊരു മികച്ച പരിഹാര സാധ്യതയാണെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പ് വരെ പോകാതെ തന്നെ തിരുത്തിക്കാൻ രാജ്യത്തെ ജനകീയ പ്രതിഷേധ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് അവർക്കും അറിയാത്തതല്ലോ. അവരും അത് പ്രതീക്ഷിച്ചിരിക്കാം. അഥവാ ജനങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ബില്ലിന് അംഗീകാരം വൈകുന്നതിൽ ജനങ്ങൾക്ക് അത്രയുമേ രോഷമുള്ളൂ എന്നാണല്ലോ നിശ്ചയമായും വന്നുകൂടുന്നത്. ബില്ല് കൊണ്ടുവന്ന സർക്കാരിന്റെ അവകാശവാദം എന്തു തന്നെയായാലും ഇത്തരം അവസ്ഥകൾ മാറി മറിഞ്ഞെന്നും വരും. ചുരുക്കി പറഞ്ഞാൽ ഗവർണറുടെയോ പ്രസിഡന്റിന്റെയോ വീഴ്ച എന്നേക്കുമുള്ള ഇരുട്ടല്ല. അതിനെ തിരുത്തിക്കാൻ രാഷ്ട്രീയ എതിർപ്പുകൾക്കും പ്രതിഷേധ സ്വരങ്ങൾക്കും പരിപാടികൾക്കും കഴിയും. സർക്കാരിനെ മാറ്റാം, സർക്കാരിന്റെ നടപടികളും. എന്നാൽ നീതിപീഠത്തിന്റെ തീർപ്പ് അങ്ങനെയല്ല. തീർപ്പിന്റെ അനന്തരഫലങ്ങളും അവ എളുപ്പം മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭരണഘടനയിലെ ഒരു മൗനത്തിന് കോടതി നൽകുന്ന വ്യാഖ്യാനവും അതിൻ്റെ എന്നേക്കുമുള്ള പ്രാബല്യവും സാധാരണക്കാർക്ക് ആശങ്കയോടെ സംശയിക്കാൻ വിഷയമാകുന്നത്. രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾക്ക് നീതിപീഠം നൽകുന്ന ഉത്തരം രാജ്യത്തിനുള്ള ശാസനം തന്നെയാകുമല്ലോ. നീണ്ട വിശകലനത്തിന് ശേഷം നീതിപീഠം നൽകാൻ പോകുന്ന തീർപ്പ് ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചത് തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കുക. അതെന്താകുമെന്ന് നമുക്ക് അറിയില്ല. ആശങ്കയുണ്ട് എന്ന് പറയുമ്പോഴും കോടതിയുടെ തീർപ്പ് എന്താകണമെന്ന മുൻവിധിക്ക് അർത്ഥവുമില്ല. തീർപ്പ് എന്തോ അതാണ് ബാധകം. അതിൽ ഭരണഘടനയുടെ ഉൾക്കാഴ്ച ഉണ്ടാകണമെന്നേ ആഗ്രഹിക്കാനാകൂ. ഭരണഘടനാ സ്ഥാപനം ഭരണഘടനയെ മറികടക്കുന്നു എന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഏത് നടപടിയും ദുരന്തത്തിന്റെ മുന്നോടിയായെന്നു വരാം. അതിൽ സംശയവുമില്ല. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.